അപ്പോൾ നമ്മുടെ ഇപ്രാവശ്യത്തെ മധുര യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരികെ നാട്ടിലേക്ക് മടങ്ങുകയാണ്. പോകുന്ന വഴിക്ക് ഹൈവേയുടെ ഓരത്തായിട്ട് കണ്ട ഒരു ചെറിയൊരു ഗ്രാമമാണ്. ഈ ഗ്രാമത്തിൻ്റെ പേര് കീഴായ കുയിൽക്കുടി എന്ന് പറയും. നമ്മൾ ഈ ഒരു ഗ്രാമത്തിൽ വന്നായിരുന്നു കഴിഞ്ഞ ദിവസം സാമനാർ ഹിൽസ് ആ ക്ഷേത്രത്തിലൊക്കെ പോകാനായിട്ട്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്, വലിയൊരു പ്രദേശം. ഇത് തെങ്ങും തോപ്പ്, ചെറിയൊരു തോപ്പാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് ഇവിടെ ചീര നട്ടിട്ടുണ്ട്. അതിൻ്റെ വിളവെടുപ്പ് കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നത്. പിന്നെ തെങ്ങിൽ നിന്ന് തേങ്ങകളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്, അതെടുത്ത് ലോഡ് ചെയ്യുന്നു. അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് നമ്മൾ ആദ്യം തന്നെ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ തേനി ഡയറക്ഷനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നട്ടേക്കുന്നതെല്ലാം ചീരയാണ്. കീര എന്നാണ് ഇവർ പറഞ്ഞത് കേട്ടോ. കാരാക്കീര, അരക്കീര. പിന്നെ പാലക്കുണ്ട്, അവിടെ പാലക്കുണ്ട്. അപ്പോൾ ഇവർ വിളവെടുത്തുകൊണ്ടിരിക്കുന്നതാണ്. വിളവെടുത്ത് ഇങ്ങനെ കെട്ടുകളാക്കി വെച്ചേക്കുന്നത് കേട്ടോ. സാപ്പിട്ടോ കരിക്ക് വെട്ടി, കരിക്കും വെള്ളവും കരിക്കൊക്കെ ആയിട്ട് എല്ലാവർക്കും കൊടുക്കുവാണേ. കട്ടവാ 5 രൂപ. 5 രൂപ ഉള്ളോ? ഇവിടെ നിങ്ങൾ കൊടുക്കുവാ? 5 രൂപ. അങ്ങോട്ട് പോണ 10 രൂപ. ഇതൊരു കെട്ട് 5 രൂപ. അപ്പോഴിവിടെ ഈ ചീര മാത്രമല്ല, അതിനോട് ചേർന്ന് തന്നെ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട്. ഈ ചീര കട്ട് ചെയ്ത ശേഷം വീണ്ടും കണ്ടില്ലേ ഇങ്ങനെ നിൽക്കൂട്ടോ. അത് വീണ്ടും വളർന്നു വരുമായിരിക്കും ഇതിൽ നിന്ന്. അപ്പോൾ കുറേ തവണ വിളവെടുക്കാൻ പറ്റുമായിരിക്കും. കണ്ടോ, അതിൻ്റെ തളിരൊക്കെ നമുക്ക് കാണാം കേട്ടോ. വെണ്ട ഏകദേശം ഈ ഒരു പരുവത്തിലാണ് ഉള്ളത്. ഇത് വിളവെടുക്കാറായിട്ടില്ല. കണ്ടോ, കുറച്ചുകൂടെ വലിപ്പം വയ്ക്കാനായിട്ടുണ്ട്. വെണ്ടയും ചീരയാണ് ഇവിടെ പ്രധാനമായിട്ടും. ഇത് കണ്ടില്ല, കട്ട് ചെയ്ത് വീണ്ടും വളർന്നു വരും. ഇങ്ങനെ തളിരിട്ട് വീണ്ടും വരും കേട്ടോ. അങ്ങനെ ഒരു 10 പ്രാവശ്യം വരെ എടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ 15 ദിവസം കൂടുമ്പം ഇവരിങ്ങനെ വിളവെടുത്തുകൊണ്ടിരിക്കും കേട്ടോ. ഇത് ഒത്തിരി ദിവസമൊക്കെ ഉള്ളതുണ്ട്. ഓക്കെ. അയ്യോ ചെരുപ്പിട്ട് കയറരുതെന്നാണ് പറഞ്ഞത്. ശരി, ഞാൻ പറയാം. ശരി. ഇവർ ചെരുപ്പിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ സമ്മതിക്കില്ല കേട്ടോ. അപ്പോൾ അത് ഒരു കൈ നിറയെ ചീരക്കെട്ടുകളൊക്കെ ആയിട്ടാണ് പോകുന്നത്. കുഴപ്പമില്ല. അപ്പോൾ ഇന്ന് രാത്രി എന്തായാലും ചെല്ലും. കുറച്ച് വെള്ളമൊക്കെ തളിച്ച് കൊടുത്താൽ മതി. ഇവിടെ ഈ പൊരി വെയിലല്ലേ, വണ്ടിക്കകത്ത് വെച്ചാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഇത് പാട്ടി ഇരുന്നിട്ട് പാലക്ക് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കിട്ടി. ശരി, വരട്ടെ മാ. അപ്പോൾ ഇവിടെ ഈ വിളവെടുത്ത തേങ്ങകളെല്ലാം ആ ട്രാക്ടറിലേക്ക് ലോഡ് ചെയ്യുന്ന കാഴ്ചയാണ്. ട്രാക്ടറിൽ കണ്ടില്ലേ, ലോഡർ കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ സാമനാർ ഹില്ല് ദേ ഇവിടുന്ന് കണ്ടില്ല, അതിൻ്റെ മുകളിലാണ് നമ്മൾ പോയത് കേട്ടോ. അപ്പോൾ ആ സാമനാർ ഹില്ലിൻ്റെ താഴെയാണ് ഈ കീഴായ കുയിൽക്കുടി എന്ന് പറയുന്ന ഈ ഗ്രാമമുള്ളത് കേട്ടോ. അണ്ണാ ശരി, ഞാൻ ദേ അണ്ണനോട് ചോദിച്ചിട്ടാണ് ഇവിടേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം ഹൈവേയിൽ അവിടെ വണ്ടി നിർത്തിയിട്ട് ഇവിടെ ഒന്ന് ചോദിച്ചു, എവിടെ ഇത് കണ്ടോട്ടെ, വീഡിയോ എടുത്തോട്ടെ. അപ്പോൾ അണ്ണൻ പറഞ്ഞ് കാറിങ് ഇറക്കിക്കൊണ്ട് വരാം. അപ്പോൾ അങ്ങനെയാണ്. എന്തായാലും നമ്മൾ ഈ ഇങ്ങനെയുള്ള കൃഷിയിടങ്ങളിലൊക്കെ വരുമ്പോഴേ ഇവിടെ ഉള്ളവരുടെയൊക്കെ അനുവാദം ചോദിച്ചിട്ട് മാത്രമാണ് കയറാവുള്ളൂ. ഇപ്പോൾ ആളുകളൊന്നും ഇല്ലെങ്കിൽ പോലും അങ്ങനെ നമ്മൾ അതിക്രമിച്ച് കയറരുത്. എന്നില്ല, ഈ വീടിനോട് ഇതൊരു വീടാണ് കേട്ടോ. ആ വീടിനോട് ചേർന്ന് ഇങ്ങനെ ഒരു വലിയൊരു കിണറൊക്കെ കുത്തിയിട്ടുണ്ടേ. ഇവിടെ നിന്നാണ് വെള്ളം പമ്പ് ചെയ്തെടുക്കുന്നത്. മണ്ണൊന്നുമില്ല, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. അവിടെ ഇരിക്കട്ടെ, ചീത്തയാവില്ല എന്ന് വിശ്വസിക്കാം. അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട്, അതൊക്കെ തളിച്ചു കൊടുക്കുകയാണെന്നുണ്ടല്ലോ അങ്ങനെ ഫ്രഷ് ആയിട്ടിരുന്നോളും. അപ്പോൾ നമ്മുടെ യാത്ര തുടരുവാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു ഡെസ്റ്റിനേഷനോ അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ളൊരു ഗ്രാമമൊന്നുമല്ല. നമ്മളീ പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ, പ്രധാനമായിട്ടും ഗ്രാമക്കാഴ്ചകൾ തന്നെ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി ഇവിടുന്ന് നേരെ ഉസ്ലാംപെട്ടി, അവിടെ നേരെ ആണ്ടിപ്പെട്ടി, തേനി, കമ്പംപെട്ട്, കട്ടപ്പന, ഇടുക്കി വഴിയാണ് എൻ്റെ നാടായ തൊടുപുഴയിലേക്ക് എത്തുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഇനി 100-200 കിലോമീറ്റർ മേളിൽ ഓടാനുണ്ട് വീട് വരെ. അങ്ങനെ നിശ്ചിത ടൈമൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്തായാലും എത്തുമ്പോൾ ലേറ്റാവും. നമ്മൾ ഈ വീഡിയോയ്ക്ക് എടുത്ത് പതുക്കെ പോകുന്ന കാഴ്ചകളൊക്കെ കണ്ട് പോകുന്നതുകൊണ്ട് തന്നെ ലേറ്റായിട്ടാണ് എത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഉസ്ലാംപെട്ടി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണേ. ഇടുങ്ങി റോഡാണേ. ഇനി വീണ്ടും നമ്മൾ ബൈപ്പാസിലേക്ക് ചെന്ന് കയറും. അപ്പോൾ ഈ ഉസ്ലാംപെട്ടിയിൽ നാട്ടുവൈദ്യന്മാരൊക്കെ ഉണ്ടെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ. ഈ ഇങ്ങനെ ഒടിവ് ചികിത്സയൊക്കെ ചെയ്യുന്ന, എല്ലിന് ഇങ്ങനെ ഒടിവ് ഒക്കെ പറ്റുമ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഇവിടെ വരാറുണ്ട്. ഇവിടെ നല്ല ചികിത്സയാണെന്നൊക്കെ പറഞ്ഞ്. ഇവിടെ ഈ പ്ലാസ്റ്ററിൻ്റെ സിറ്റുവേഷനിലൊക്കെ അതിടാതെ എന്തൊക്കെയോ രീതിയിൽ നാട്ടു രീതിയിലൊക്കെ ചെയ്തൊക്കെയാണ് നേരെയാക്കി വിടുന്നത്. അപ്പോൾ ഇവിടെ വന്ന ആരെങ്കിലുമൊക്കെ ചികിത്സ ചെയ്ത് അങ്ങനെ ഭേദമായിട്ടുണ്ടോ? അപ്പോൾ തേനിയിലേക്ക് പോകുന്ന വഴിക്കായിട്ട് ഈ മെയിൻ റോഡിനോട് ചേർന്ന് കണ്ടൊരു കാഴ്ചയാണ്. ഇവിടെ ഒരു വീടുണ്ട് കേട്ടോ. ഇവിടെ ബോഗൺവില്ലയൊക്കെ വളർന്നു നിൽക്കുന്നത് ഒരു ചെറിയൊരു വീട്. ആ വീടിൻ്റെ നേരെയായിട്ട്
വലിയ കൃഷിയിടങ്ങളൊക്കെ ആയിട്ട്. ഇവിടെ ഒരു പാട്ടിയുണ്ട്, പിന്നെ പാട്ടിയുടെ ഭർത്താവുണ്ട്, വേറെ ജോലികളൊക്കെ ചെയ്യുവാണേ. അയ്യോ ഉങ്ങളുടെ പേര്? കണ്ണസാമി. കണ്ണസാമി. ആ എന്നാ വേല ചെയ്തിരിക്കുന്നത്? ഓക്കെ. ആ തേങ്ങ എടുത്തിട്ട് അത് കൊപ്രയാക്കി ഉണങ്ങാനാണേ, അത് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തൊഴുത്താണ് കേട്ടോ, പശുവിനെയൊക്കെ മാടിനെയൊക്കെ കിട്ടുന്നത്. മാട് എങ്കെ? എவ்வளோ മാട് ഇருக்கு? ഒരു പശുവല്ലോ കേട്ടോ. തമിഴ്നാട്ടിൽ സാധാരണ ഗ്രാമങ്ങളിലൊക്കെ ഒന്നിലധികം പശുക്കളുണ്ടാവില്ല. അത് നോക്കി നടത്താനായിട്ടല്ലേ? നിങ്ങൾ രണ്ടുപേരും മട്ടെന്താ എങ്ക മക്കള്? ഊര് എങ്ക ഊര്? ഇങ്ങ പക്കവാ. അപ്പൊ ഈ വീട്ടിലാണ് താമസിക്കുന്നത് കേട്ടോ. അത് ചെറിയൊരു പഴയ വീടാണ്. പാട്ടി നിങ്ങളുടെ പേര്? വല്യമ്മ. അപ്പോൾ ഇവർക്ക് ഒരു പശുവുള്ളൂ കേട്ടോ. തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലേക്ക് വന്നാൽ ഒരുപാട് പശുക്കളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇവർക്ക് നോക്കി നടത്താനുള്ളൊരു ബുദ്ധിമുട്ട് കൊണ്ടാണ് ഇവിടെ പശു എന്നിട്ട് പശുവിന് കഴിക്കാനായിട്ട് പുല്ലൊക്കെ കൊണ്ട് നിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആടുകളുണ്ട്, കുറേ ആടുകളൊക്കെ അവിടെ കെട്ടിയിരിക്കുന്ന കാണാം. കുറേ തെങ്ങുകളൊക്കെ വളർന്നു വെക്കുന്നുണ്ട്. പിന്നെ എന്തൊക്കെയോ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ, വലിയൊരു ഏരിയ ആണ്. പിന്നെ കോഴികൾ, ഇഷ്ടംപോലെ കോഴികളൊക്കെ ഉണ്ട്. കോഴിക്കൂടാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ കോഴികളൊക്കെ ഇവിടെ ചകഞ്ഞ് പറക്കി നടക്കുന്നുണ്ട്. കുഞ്ഞുങ്ങളുണ്ട് കണ്ടോ, ഒരു തള്ളക്കോഴിയും കുറേ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നത് കണ്ടില്ലേ. പക്ക നാട്ടിൻപുറ കാഴ്ചകളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് ഈ കോഴി കുഞ്ഞുങ്ങളെ മൂടിയിടാനായിട്ടാണ് ഇങ്ങനെയുള്ള കൊട്ടകളൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവരുടെ വീട്, പഴയ ഒരു വീടാണ് കണ്ടില്ലേ. ഇതെല്ലാം നിങ്ങളുടെ ഇടം? എത്ര ഏക്കർ ഇരിക്കെങ്ക? എത്ര ഏക്കർ ഉണ്ട്? 2 ഏക്കറാ. ഇവിടെയൊക്കെ ഇടത്തിന് എന്നാ ഉണ്ട് വില ഏക്കർ? സെന്റ് 60,000 വരെ വരും അല്ലേ? അപ്പോൾ 2 ഏക്കർ നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങ എന്താ ചെയ്തിരിക്കണേ? എന്താ ഇങ്ങ ചെയ്തിരിക്കണേ? ഇത് നെല്ല? ചോളം. അതെ അല്ലേ? ശരി, ഞാൻ ഒന്ന് പാത്തിട്ട് വരാം. പോയിട്ട് വരാം. നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് കേട്ടോ. കണ്ടോ, ഇവിടെ നോക്കുമ്പോൾ വലിയൊരു മല കാണാം. അയ്യാ അങ്ങ ആ മലയ്ക്ക് മേളിൽ അങ്ങ് കോവിലാ? അത് മല്ലയാ കോവിലേ? കണ്ടോ, വലിയൊരു മലയുടെ മേളിലൊരു കോവിൽ കാണാം കേട്ടോ. കണ്ടോ, ഏറ്റവും മുകളിലായിട്ട്. ഇവിടുത്തെ തമിഴ്നാട്ടിൽ വന്നു കഴിഞ്ഞാൽ വാഴകളുടെ ഇല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, അതെല്ലാം ഇങ്ങനെ കീറി ഇരിക്കും കേട്ടോ. കാരണം ഇത്രയധികം കാറ്റ് വീശുന്നതുകൊണ്ട് തന്നെ ഇലകളൊക്കെ കീറിയാണ് ഇരിക്കുന്നത്. ഇവിടെ നമുക്കിത് ഇതിനെന്താണ് പറയുന്നത്? അകത്തിച്ചീരയോ എന്ന് പറയുന്ന ആ ഒരു ചീരയല്ലേ ഇത്? ഇതിലൊരു പൂക്കളൊക്കെ ഉണ്ടാവും കേട്ടോ. ഇത് കറി വയ്ക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കും. അതിന് വേണ്ടിയിട്ട് കൃഷി ചെയ്തിരിക്കുന്നതാണ്. ഒരു ആര്യവേപ്പിൻ്റെ ചെറിയൊരു മരം നിൽക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അത് സീതപ്പഴം കായ്ച്ച് കിടക്കുന്നുണ്ടേ കണ്ടോ. ഇവിടെ നമുക്കൊരു കിണറൊക്കെ കാണാം. കിണറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഒരു ഓസൊക്കെ അങ്ങ് നീണ്ടു പോകുന്നുണ്ട്. ഇത് ചോളം നട്ടേക്കുന്ന കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ പാടം ഇങ്ങനെ തിരിച്ചിട്ട് ഉണ്ടോ, വലിയ പാടശേഖരങ്ങളൊക്കെ. കിണറിൽ വെള്ളമുണ്ടോ? അയ്യോ, ഇതിൻ്റെ ഒരു ആഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് നോക്കിയിട്ട് പേടിയാവുകയാണ്. അതുപോലെ ആഴമുണ്ട്. ഉണ്ടോ, ഈ കിണറ്റൻകരയിലും സീതപ്പഴം നിൽക്കുന്നുണ്ടേ. വലിയൊരു ഏരിയയാണ്, അതിർത്തിയിലായിട്ട് വലിയ മലനിരകളും ഒക്കെ ആയിട്ട് വളരെ മനോഹരമായ ഒരു ഗ്രാമം എന്ന് പറയാം. കണ്ടോ, കംപ്ലീറ്റ് ചോളമാണേ. ദൂരെ നോക്കിയാൽ നമ്മൾ ഈ എന്താ പറയുക, ഈ ഞാറ് നട്ടേക്കാണെന്ന് തോന്നുള്ളൂ. അപ്പോൾ ചോളപ്പാട്ടത്തിലൊക്കെ ഇങ്ങനെ പശുക്കളൊക്കെ മേയുന്നുണ്ട്. ഇതിനോട് ചേർന്ന് അങ്ങനെ അധികം വീടുകളൊന്നും ഇല്ല കേട്ടോ. പോകുന്ന വഴിക്ക് പെട്ടെന്ന് കണ്ണിലുടക്കിയ ഒരു കാഴ്ചയാണേ. നിങ്ങൾ കാണുമ്പോൾ ആയിരിക്കും പെട്ടെന്ന് ഡയറക്റ്റ് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ്. അല്ല, അവരടുത്ത് പെർമിഷൻ ചോദിച്ചിട്ട് തന്നെയാണ് എടുത്ത്. എല്ലായിടത്തും ഞാനങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. കാരണം ഒരു വീട്ടിലേക്കൊക്കെ ഇറങ്ങി ചെല്ലുമ്പോഴേ നമ്മൾ പാലിക്കേണ്ട മര്യാദകളൊക്കെ ഉണ്ടല്ലോ. അങ്ങനെ എന്തായാലും നല്ല നല്ല സ്നേഹമുള്ള മനുഷ്യരാട്ടോ, ഒന്നും പറയാനില്ല. വളരെ കാര്യത്തോടു കൂടിയാണ് എന്നെ സ്വീകരിച്ചത്. അതാണ്. ഇപ്പം ഇവർ 2 പേരും ഉള്ളൂ ഇപ്പം ഈ വീട്ടിൽ നിലവിൽ. എപ്പോൾ വേണം വന്നോളാനാ പറഞ്ഞ കേട്ടോ. എനിക്ക് ഈ നടിയർക്ക് തണ്ണിയെല്ലാം കിണറിയുന്ന കിണർ തണ്ണി അല്ലേ? ഇത് ഡാം തണ്ണി ഇങ്ങ് വരുവാ? വൈഗ ഡാം ഇങ്ങ വരില്ല? വൈഗ ഡാം ഇവിടുന്ന് അധികം ദൂരം അല്ലാതെയാണ്. ഇങ്ങ വരില്ല? இந்த ஊருக்கு பேர் என்ன? പൊമ്മനായകം പെട്ടി അല്ലേ? പശുവും പാലിൻ്റെ ടേസ്റ്റാണ് വെള്ളത്തിന്. പാല് കറന്ന് എടുക്കുന്ന ഒരു പാത്രമാണ്. എவ்வளோ ലിറ്റർ പാല് കിടക്കും? പാല് 7 ലിറ്റർ കിടക്കുവാ? 2 നേരം? കാലയില 7 എടുക്കും, സായന്തരം 5 6. இங்கே வந்து எடுத்து போயிடுவாங்க. இங்கே வந்து எடுக்குவா? இங்கே எடுத்து போயிடுவாங்க. இங்கே வந்து எடுத்து கிடையாது அளந்துட்டு போயிடுவாங்க. அளந்து வெளியே கொண்டு போவா? அங்கே கொண்டு போயிடுவாங்க. உங்களுக்கு எத்தனை கிடைக்கும்? ஒரு லிட்டர் 31 ரூபா.
1 ലിറ്ററിന് 31 ரூபா 31 രൂപ കിട്ടും അല്ലേ? അങ്ങനെ തമിഴ്നാട്ടിൽ പാല് ലിറ്റർ എவ்வளோ ലിറ്റർ പുറമെ കടയിൽ தனியாக கொடுத்துருவோம் 50 ரூபா 45 வரைக்கும் போகுது. இப்போ என்ன 3 ரூபா ஏற்றிருக்காங்களாம் பாக்கெட் பாலுக்கு. ஏதோ 3 ரூபா ஏறிருக்கு. പാക്കറ്റ് പാലിന് കൂടിയില്ലേ? கூடியிருந்தாங்க. ராத்திரி டிவியில் சொன்னாங்க. അപ്പോൾ വരട്ടുമാ? போயிட்டு வாங்க. ശരി ശരി ഓക്കെ ടാറ്റ. കണ്ടോ ഇതാണ് നമ്മളെ സ്വീകരിക്കുന്ന കണ്ടില്ലേ? അപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഇവർ വരുമ്പോൾ നമ്മളങ്ങനെയാണ് അവരെ സ്വീകരിക്കുന്നത്. ഈ വീട്ടിലേക്ക് ഇറങ്ങാനായിട്ട് ഇങ്ങനെ ഒരു വേലിയൊക്കെ, അതായത് ഗേറ്റ് മുള വെച്ചിട്ട് നിർമ്മിച്ചേക്കുന്നതാണ് അതൊക്കെ ആയിട്ട്. ഇത് കീര, ഇത് എന്നോട് വകയാ, ഞാൻ മധുരയിൽ നിന്ന് വാങ്ങിച്ചത് ഇത്. കീര. சரியா போயிட்டு வாங்க. நல்லா இருக்கணும் முனியாண்டி அப்பா, காப்பாற்றி கொடு தெய்வத்தை. என்னைய சுற்றி எத்தனை தெய்வம் இருக்கீங்களோ அத்தனை தெய்வத்தும் அவங்க பயிர் வளர்த்தெல்லாம் காப்பாற்றி கொடுங்க. நல்லா இருக்கும். ഇവിടെ അങ്ങനെ അധികം വീടുകളൊന്നുമില്ല, അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ടാണ് കാണാവുള്ളൂ. ഞാൻ അങ്ങ് വണ്ടി തിരിച്ചു നിർത്തിയാണ് കേട്ടോ. ഇത് മധുര ഡയറക്ഷനാണ്. ഞാനങ്ങനെ പോയി അവിടെ ചെന്നായിരുന്നു, എന്നിട്ടാണ് തിരിച്ചു വന്നത്. പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊരു കാഴ്ചയാണ്. ഇവിടെ തിരിച്ച് നമ്മൾ തേനി റൂട്ടിൽ പോവുകയാണ്. അപ്പോൾ ഈ ഗ്രാമത്തിനോട് സമീപമായിട്ട് വളരെ വ്യത്യസ്തമായൊരു കോവിലുണ്ട്. കണ്ടോ, ഇതൊരു കോവിലാണ്. കുറേ കൽത്തൂണുകൾ നാട്ടിയിട്ട് അതിൻ്റെ മുകളിൽ കണ്ടില്ലേ മേൽക്കൂര, ഇതെന്താണ് വൈക്കോലാണോ എന്തോ പുല്ലുകളൊക്കെ വെച്ചാണ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും തുഞ്ചത്തായിട്ട് നോക്കിയൊരു കുടമൊക്കെ കമത്തി വെച്ചിട്ടുണ്ട്. അല്ല, ഒരു പ്രത്യേക ആകൃതിയിലാണ് നമ്മൾ മേഞ്ഞിരിക്കുന്നത്. നല്ല ഭംഗിയുണ്ടത് കാണാനായിട്ട്. അപ്പോൾ ഇവിടുത്തെ കടുപുള്ളി ഏറാനൊന്നും தெரியாது. കണ്ടോ, പിന്നെ കുറേ പട്ട് തുണികളും നേർച്ച കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നതാണ് കേട്ടോ ഇവിടെ. കണ്ടോ, ഇതൊക്കെ നേർച്ച അർപ്പിച്ചേക്കുന്നതാണ്. വളരെ വിചിത്രമായിട്ടുള്ള ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് ഈ തമിഴ്നാട്ടിലൂടെ സഞ്ചരിക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിനോട് ചേർന്ന് വലിയൊരു മരമൊക്കെ ഉണ്ട്. ആര്യവേപ്പല്ല, പുളിയാണ്. അല്ല, വേറെ എന്തോ മരമാണേ. ചെറുതായിട്ട് മഴ പൊടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേനിക്ക് അടുക്കാറായതിൻ്റെ ഒരു ലക്ഷണമാണ്. തേനി കമ്പം ഭാഗത്തൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മഴയാണല്ലോ, അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായതുകൊണ്ട് ചെറിയ രീതിയിൽ അവിടെ മഴ കിട്ടും. അതങ്ങനെ നമ്മൾ മധുരയിലേക്ക് അടുക്കും തോറും മഴയുടെ കാഴ്ചകളൊക്കെ കുറഞ്ഞു. പിന്നെ മധുരയിലൊക്കെ നല്ല ഉണക്കാണ് കേട്ടോ. മഴ എത്താനായിട്ട് ഇനിയും കാലതാമസം എടുക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മൾ ആണ്ടിപ്പട്ടി ടൗണിലേക്ക് എത്തിയിരിക്കുകയാണേ. ഏതായാലും ഇപ്രാവശ്യം മഴക്കാലം നല്ലപോലെ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. വീട്ടിൽ ഇപ്രാവശ്യം മഴ തുടങ്ങിയ പിന്നെ അധികം ദിവസമൊന്നും ഇരുന്നില്ല. ഇവിടുന്ന് ലെഫ്റ്റ് 15 കിലോമീറ്ററാണ് തേനിക്കുള്ളത്. നേരെ പോയാൽ വൈഗൈ ഡാമിലേക്ക് പോവാം. നമ്മളങ്ങനെ മധുര ജില്ലയൊക്കെ വിട്ടിപ്പം തേനി ജില്ലയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്കായിട്ട് കണ്ട ഒരു സ്ഥലത്തേക്കാണ് ഇറങ്ങി ചെല്ലുന്നത്. ഈ ഗ്രാമത്തിൻ്റെ പേര് അരപ്പടി തേവൻപട്ടി എന്നാണ്. ഇതുണ്ടല്ല, അരളിപ്പൂക്കൾ കൃഷി ചെയ്തേക്കുന്ന നോക്കി. വലിയൊരു കൃഷിയിടമാണ്. പച്ചക്കറികളും പൂക്കളൊക്കെ വിളയുന്ന പാടശേഖരങ്ങളാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അങ്ങ് വളരെ വിസ്തൃതമായിട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വലിയ മലകളൊക്കെ അതിർത്തി പങ്കിടുന്ന ഒരു വളരെ സുന്ദരമായൊരു ഗ്രാമം അല്ലേ. നമുക്കങ്ങ് പോകണമെന്നുണ്ടെങ്കിൽ ഒത്തിരി ദൂരം നടക്കാനായിട്ടുണ്ട്. വഴിയൊന്നുമില്ല, ഇങ്ങനെ വരമ്പ് വഴി നടന്ന് പോകേണ്ടി വരും. ക്യാബേജാണ് ഇവിടെ നട്ടേക്കുന്നത്. ക്യാബേജാണോ അത് കോളിഫ്ലവർ ആണോ? കോളിഫ്ലവർ ആണേ, ആണെന്ന് തോന്നുന്നു. കായൊന്നും ആയിട്ടില്ല. കോളിഫ്ലവർ തന്നെയാണ് കേട്ടോ. നമ്മൾ ഈ നടന്ന് കഷ്ടപ്പെട്ട് ചെല്ലുന്നതിൻ്റെ ഒരു പ്രയോജനം ലഭിക്കുമോ എന്നാണ് ഞാനിപ്പം ആലോചിക്കുന്നത് കേട്ടോ. കാരണം ഇവിടെ നമ്മളൊക്കെ ഒരുപാട് കാഴ്ചകളൊക്കെ ഉണ്ട്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കാഴ്ചകളൊക്കെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ അനുവാദം വേണം. ആ കൃഷിയിടങ്ങളിലൊക്കെ കുറച്ച് പേരൊക്കെ പണിയെടുക്കുന്നുണ്ട്. നോക്കാം എന്തായാലും, അല്ലെങ്കിൽ വന്ന വഴി തിരിച്ച് കയറി പോകേണ്ടി വരും. ഈ കാണുന്നതൊക്കെ ഉള്ളിപ്പാടങ്ങളാണ് കേട്ടോ. ചെറിയ ഉള്ളിയാണ് ഇവിടെയൊക്കെ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നല്ല വഴി ഉണ്ടായിരുന്നല്ലോ. ഈ വഴി എവിടെ നിന്നാണ് തുടങ്ങുന്നത്? അത് നോക്കി പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുമൊന്നുമില്ല. ഞാൻ അവിടെ ഒരു ഹൈവേ ആണ് കടന്നു പോകുന്നത് കേട്ടോ. അവിടെ ചോദിച്ചു ഇവിടേക്ക് ഇറങ്ങിയപ്പോൾ വഴിയുണ്ടോന്ന്. വഴിയില്ല, ഇതിൽ നടന്നു പോകണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത്രയും ദൂരമൊക്കെ നടന്നു പോകുന്നത് കേട്ടോ. കുറേ ദൂരമായി നടക്കാൻ തുടങ്ങിയിട്ട്. ഈ ഉള്ളിപ്പാടത്തിലേക്ക് വെള്ളം കടത്തി വിടുന്ന കണ്ടില്ലേ? ഇത് ഉള്ളി നട്ടിട്ട് ഇത് എവിടെ നാളാ അച്ഛണ്ണ? 6 നാളായി. സിന്ന വെങ്കായം അല്ലേ? സിന്ന വെങ്കായം. അപ്പോൾ അതേ മഴ വരാൻ പോവാണേ. അതുപോലെ തന്നെ അതെ ഇവിടെ കത്രിക്ക അല്ലേ? കത്രിക്കയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്. ബ്രോ, യുവർ നെയിം? രതീഷ്. യു സ്റ്റഡിങ് 11th. ഇന്നൊക്കെ ക്ലാസ് ഇല്ലായിരുന്നോ? ലീവാ? അത് അപ്പാവാ? താത്ത. അപ്പോൾ അതെ അവിടെ കുറേ പൂക്കളൊക്കെ കൃഷി ചെയ്തിട്ടുണ്ട്. ചെണ്ടുമല്ലി. പൊക്കോട്ടെ. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ ധൈര്യമായിട്ട് പോകാം.
ആ എടുത്തു 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 ആ അത് ആ ആ മീശയ്ക്കൊന്ന് പിരിക്കാവോ ആ ആ സൂപ്പർ 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 അതെ അവിടെ പോയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ വന്നാൽ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലേ അവരെ ശരിക്കും എടുക്കാനൊക്കെ പറയട്ടോ, അവരിങ്ങനെ പോസൊക്കെ ചെയ്ത് തരും. അപ്പോൾ അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഞാൻ പ്രതീക്ഷ വന്നത് ഇനി അവർ സമ്മതിക്കുമോ, ഇറങ്ങിപ്പോകാൻ പറയുമെന്നൊക്കെ ആട്ടി ഓടിക്കുമെന്നൊക്കെ വിചാരിച്ച് വന്നതാണ്. പക്ഷേ ഞാൻ വിചാരിച്ചതിൻ്റെയൊക്കെ ഓപ്പോസിറ്റാണ് സംഭവിച്ചത്. ഇതിപ്പോൾ അകലെയൊന്ന് വിളിച്ച് ചോദിക്കാൻ പറ്റുമൊന്നുമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ധൈര്യത്തിൽ നടന്നു വരുമായിരുന്നു. പിന്നെ കുഴപ്പമൊന്നുമില്ല. ഇവിടെ ഉള്ളി വിളവെടുത്ത് ചാക്ക് ആക്കി വെച്ചേക്കുന്നതാണ് കേട്ടോ. അതുപോലെ ഇതൊക്കെ വിളവെടുത്ത് വെച്ചേക്കുന്നതാണ്, കണ്ടില്ലേ? എല്ലാം ചുവന്നുള്ളി വിളവെടുത്ത് ഇനി അതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും. ഇന്നത്തെ ജോലി കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുത്തെ ഒരെണ്ണ മരത്തണലിൽ കിടന്ന് ഉറങ്ങുന്നുണ്ടല്ലോ. വിളവെടുത്ത് ചാക്കിൽ ആക്കി വെച്ചേക്കുന്നുണ്ടല്ലേ ചുവന്നുള്ളി. ഇനിയിപ്പോൾ ഇത് ചന്തയിലേക്ക് കൊണ്ടുപോകും കേട്ടോ. അപ്പോൾ ഇവിടെ ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നട്ടേക്കുന്ന കോളിഫ്ലവർ തന്നെയാണ്. അപ്പോൾ ആ വരമ്പത്താണ് ഈ ഉള്ളിയെല്ലാം വിളവെടുത്ത് വെച്ചേക്കുന്നത് കേട്ടോ. കണ്ടില്ലേ ചുവന്നുള്ളി ഇത് ഇങ്ങനെയാണ് വരുന്നത്, ഇങ്ങനെ തണ്ട് കണ്ടില്ലേ. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കും കേട്ടോ. നല്ല ഫ്രഷ് ചുവന്നുള്ളിയാണ്. ഈ കാണുന്നതും ഉള്ളിപ്പാടം തന്നെയാണ്. ഇതിപ്പം ഈ ഒരു പരുവത്തിലാണ് കേട്ടോ. ഇതൊക്കെ വിളവെടുക്കാറായിട്ടേ ഉള്ളൂ കേട്ടോ. ഉള്ളിപ്പാടത്തിനോട് ചേർന്ന് അവിടെ ചെണ്ടുമല്ലി 2 നിറങ്ങളിലുള്ളതുകൊണ്ട് കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതാണ് ആ ഒരു കാഴ്ച കാണാനായിട്ടാണ് ഞാനിങ്ങ് വന്നത് കേട്ടോ. അതുമാത്രമല്ല ഇവിടെ കംപ്ലീറ്റ് ഏരിയ മൊത്തം വിവിധ തരത്തിലുള്ള കൃഷികൾക്ക് വേണ്ടിയിട്ട് മാറ്റിയെടുത്തേക്കുവാണ്. ഇപ്പോൾ ഈ മഴ വരുന്നതിൻ്റെ ഒരു ടൈം ആയതുകൊണ്ടേ കുറച്ച് മൂടലൊക്കെ ഉണ്ട്. 40 to 50 രൂപ. ആ ചിന്ന വെങ്കായത്തിൻ്റെ റേറ്റാണ് പറഞ്ഞത് കേട്ടോ. ഇതൊക്കെ വിളവെടുത്ത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ആ ഒരു തൊണ്ടല്ല അതിൻ്റെ തണ്ടുകളെല്ലാം കൂട്ടിയിട്ടേക്കുന്നതാണേ. ഇത് മുല്ലപ്പെരിയാർ തന്നെയാണ്? മുല്ലപ്പെരിയാർ തന്നെയില്ലേ? ആ എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മുല്ലപ്പെരിയാറിൽ നിന്ന് വരുന്ന വെള്ളമാണ് കേട്ടോ. ആ വെള്ളമാണല്ലോ മെയിനായിട്ട് ഈ തേനി ജില്ലയിലെ കൃഷികൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. കണ്ടോ അതിലൊരു തോട് ഒഴുകി പോകുന്നുണ്ട്. കണ്ടോ ഇതൊക്കെ ചെണ്ടുമല്ലി നട്ടേക്കുന്ന വലിയ പാടമാണ്, കണ്ടില്ലേ? ഒരുപാട് ദൂരത്തിലായിട്ടുണ്ട്. 2 കളറുകളിലും ഇവിടെ ചേരുന്നുണ്ട്. ഈ മഞ്ഞ ഓറഞ്ചും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ നിൽക്കുന്ന കാണാനായിട്ടല്ലേ. ഇതൊക്കെ വിളവെടുക്കാറായിട്ടുണ്ട്. അപ്പോൾ ഈ തേനി ജില്ലയിൽ പൂക്കൾ വിവിധ തരത്തിലുള്ള പൂക്കളൊക്കെ കൃഷി ചെയ്യുന്നുണ്ട്. നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തതല്ലേ. ഇവിടെ ഈ നദിയിൽ കണ്ടില്ലേ ഇങ്ങനെ കുറേ ടാങ്കുകൾ പോലെ, അതായത് ഇങ്ങനെ കിണറുകളാണ് കേട്ടോ. അതിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഈ നദിയിൽ വരുന്ന വെള്ളം പമ്പ് ചെയ്ത് മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകാനായിട്ടുള്ളൊരു മാർഗ്ഗമാണ് കാണുന്നത്. 55 കിലോ. അപ്പം എന്താ ചാക്ക്? ഒരേ ഒരു ചാക്കാ? ആ പോയിട്ട് വരുവാ. ഇതെങ്ങനെ കൊണ്ടുപോകണേ? കെട്ട് വേണ്ടത് ഇരിക്കുവാ? ആ ശരിയെന്നാ. കണ്ടത് ഇവിടെ നമുക്ക് ആ ഓറഞ്ച് കളറിലുള്ള പൂക്കൾ കാണാവേ. കറക്റ്റ് സമയത്ത് ഈ മൂടലുമായി പോയി, അല്ലെങ്കിൽ നമുക്ക് നല്ല വിഷ്വൽസൊക്കെ എടുക്കാമായിരുന്നു ഇവിടുന്ന്. അപ്പോൾ അണ്ണൻ ബൈക്ക് കൊണ്ടായ വഴിയെ അതിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷേ എന്നാന്ന് വെച്ചാൽ ആ ബൈക്ക് അവിടെ പോയി, ആ വഴി അവിടെ പോയി കയറും. അവിടുത്തെ ഒത്തിരി പുറകോട്ട ഹൈവേകൾ നടത്തണം. അത് അവിടെ ആ ഒരു ഭാഗത്താണ് കാർ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു 2 കിലോമീറ്റർ മിച്ചം നടക്കേണ്ടി വരും. ഇതിങ്ങനെയുള്ള ഓല ഷെഡുകളൊക്കെ ആണ് കേട്ടോ. ഈ വിളവെടുത്തിട്ട് ഇനി ഉള്ളി കാര്യങ്ങളൊക്കെ കൊണ്ട് അടുക്കി വയ്ക്കാനായിട്ട് ചെയ്തേക്കുന്നതാണ് കേട്ടോ. അതെ ഇവിടെ ഒരു കോവിലൊക്കെ ഉണ്ട്. ഏത് ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാലും മിനിമം ഒരു 5 കോവിലെങ്കിലും ഉണ്ടാവും കേട്ടോ. തമിഴ്നാട്ടിൽ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരക്കണക്കിനാണോ ലക്ഷക്കണക്കിന് അമ്പലങ്ങൾ കാണും അല്ലേ. അങ്ങനെ നമ്മൾ ഹൈവേ പിടിച്ചിരിക്കുകയാണ്. ഇനി 1 കിലോമീറ്റർ ചുരുങ്ങിയത് നടക്കണം ആ വണ്ടി ഇട്ടേക്കണടുത്തേക്ക്. ഇവിടെയൊക്കെ കൃഷിയിടങ്ങളാണ് കേട്ടോ. തെങ്ങും തോപ്പുകളും കൃഷിയിടങ്ങളും ഒക്കെയാണ്. തേനിയിൽ നിന്ന് മധുരയ്ക്ക് പോകുന്ന റൂട്ടിൽ അതാണ് മെയിനായിട്ട്. അതുകൊണ്ട് ആ ഒരു പ്രദേശം ഇവിടുന്ന് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി എന്ന് പറയുന്നത് അതാണ് ഏറെ ആകർഷണം തോന്നി കേട്ടോ. ആ മല അടിവാരത്തിൻ്റെ താഴെയായിട്ട് അങ്ങനെ അധികം വീടുകളൊന്നും നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റില്ല. ഉള്ളി വിശാലമായിട്ട് കിടക്കുന്ന കൃഷിയിടങ്ങൾ തന്നെയാണ്. അപ്പോൾ തേനിയൊക്കെ കഴിഞ്ഞ് കമ്പം ഡയറക്ഷനിൽ പോയിക്കൊണ്ടിരിക്കുകയാണേ. നേരം വൈകുന്നു 5:30 ആയിട്ടോ സമയം. അപ്പോൾ മെയിൻ റോഡ് വിട്ട് വീണ്ടും ഉൾവഴിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇതൊരു ഗ്രാമത്തിലേക്ക് കടന്നു പോകുന്ന ഒരു വഴിയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെയൊക്കെ ഈ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കേട്ടോ. ഈ ഇടവഴി കൂടെ എല്ലാം ഈ ബസ്സുകൾ പല ഗ്രാമങ്ങൾ കണക്ട് ചെയ്തും ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് നമ്മുടെ നേരെ മുന്നിൽ കാണാനായിട്ടുള്ളത്. വലിയ മലനിരകളുടെ താഴെയായിട്ടുള്ള ഒരു കൊച്ചു ഗ്രാമമാണ്. കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്ന ഈ പൊടിയെല്ലാം കണ്ണിലേക്ക് പറന്ന് കയറുകയാണേ. അതുപോലെയാണ് കാറ്റ് വീശുന്നത് കണ്ടല്ലേ. പൊടി പറക്കുവാണ് കേട്ടോ. അവിടെ കുറേ കാളകളെ കൊണ്ട് പുല്ല് തീറ്റാനായിട്ട്
കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ ആ പാടത്ത്. അതുപോലെ ആടുകളൊക്കെ അങ്ങ് ദൂരം നോക്കിയാൽ ആടുകളൊക്കെ മേഞ്ഞ് കഴിഞ്ഞ് തിരിച്ച് അവരുടെ ഗ്രാമത്തിലേക്ക് വീടുകളിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് ആ വലിയ മലയുടെ മേളിലായിട്ട് ഒരു അമ്പലമുണ്ട്. അമ്പലമാണെന്ന് തോന്നുന്നു, ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അമ്പലമായിരിക്കും, കാരണം തമിഴ്നാട്ടിൽ ഒരു മലയുടെ ഒരു വലിയൊരു മല കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ മേളിലൊരു അമ്പലം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ റോഡെന്ന് പറയുന്നത് 2 ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഹൈവേ കൂടെയാണ് കടന്നു വന്നത്, ഹൈവേയിൽ നിന്ന് വിട്ടു പോരുകയാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ആ ഒരു സൈഡിൽ അത് കോട്ടൂരും ഇത് കൂലനൂരും, അങ്ങനെ 2 ഗ്രാമങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഗ്രാമീണ പാതയാണിത്. ഗ്രാമീണ പാത, നാട്ടുവഴി, മണ്ണിട്ട വഴി കണ്ടില്ലേ, അതങ്ങനെ നീണ്ട് ഈ പാടശേഖരങ്ങളുടെ സൈഡിൽ കൂടെ അങ്ങ് പോകുന്നതാണ് കേട്ടോ. കാറ്റൊക്കെ വീശുമ്പോൾ നോക്കേ ആ തെങ്ങാടി ഒലയുന്ന കണ്ടില്ലേ. ഇവിടുത്തെ തെങ്ങുകളുടെയൊക്കെ ഓല ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം, ഓലകളിങ്ങനെ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ എപ്പോഴും ചെരിഞ്ഞിരിക്കും കേട്ടോ, കാറ്റ് വീശുന്ന ആ ഒരു ഡയറക്ഷനിൽ. കാളകൾ ആസ്വദിച്ച് നിന്നാണ് പുല്ല് തിന്നുന്നത് കേട്ടോ. ഇത് അവിടെ കാളകൾ തമ്മിൽ പോരടിക്കുന്നത് നോക്കിയത്, കൊമ്പ് പറക്കുന്ന കണ്ടില്ലേ. ഓ എൻ്റെ പൊന്നെ, ഫൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ഇതാണ് കേട്ടോ. അതെ, കൂട്ടം കൂടിയാണ്. അതിൽ കഴിവുള്ളവൻ ജയിക്കും കേട്ടോ. ആ മലയെങ്കിൽ ഇല്ല അല്ലേ. ആ കേരളാവിലിപ്പോൾ മഴ, ആ മല ഇപ്പം കേട്ടോ. അതെ അതെ, എന്നെ ഫൈറ്റിങ്ങാന്ന് നോക്കി. കാളകൾ തമ്മിലുള്ള ജല്ലിക്കെട്ട് കണ്ടോ, അത് നിർത്തുന്നില്ല അവർ. ഓ അതിൽ ആരെങ്കിലും ഒരാൾ കീഴടങ്ങണം ഇനി, അല്ലാതെ തീരുമാനമാവില്ലെന്ന് തോന്നുന്നു. കേട്ടോ ഒരണ്ണൻ ആ ഒരു അവരെ പിടിച്ചു നിർത്താനായിട്ട് അങ്ങ് വരുന്നുണ്ട് കേട്ടോ. ഓ കാളപ്പോരെന്നൊക്കെ കേട്ടിട്ടുള്ളൂ. അതായത് മനുഷ്യനും കാളകളും തമ്മിലല്ല, കാളകൾ തമ്മിലാണത്. ഓ അവരുടെ ഫൈറ്റ് അവസാനിച്ചിട്ടോ, ആ അണ്ണൻ ഇറങ്ങി ചെന്നപ്പോൾ അങ്ങ് പോന്നു. എന്നതായിരുന്നല്ലേ കൊമ്പ് പറക്കുന്നത്. ഇത് ഇവിടെ ഒരു കോവിലൊക്കെ നമുക്ക് കാണാവേ, വലിയൊരു കോവിലാണ്. അതിൻ്റെ മുൻവശം ഇതല്ല കേട്ടോ, അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലാണ്. ആ കോവിലിൻ്റെ മുന്നിൽ ഒരുപാട് മരങ്ങൾ നിൽക്കുന്നതൊക്കെ കാറ്റത്തിങ്ങനെ ആടി ഉലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മുന്നിലൂടെ ആയിട്ട്, അതായത് കോവിലിൻ്റെ പുറകിലൂടെ ആയിട്ടൊരു കനാലൊക്കെ കനാൽ വെള്ളം ഒഴുകാനൊന്നും ഇല്ല കേട്ടോ, മൊത്തം വറ്റി വരണ്ട് കിടക്കുകയാണ്. കാറ്റത്തെ കിളിക്കൂട് എന്ന് പറയില്ലേ, അത് ഇവിടെ കാറ്റത്ത് ആടി ഉലയുന്ന ഒരുപാട് കിളിക്കൂടുകൾ നമുക്ക് കാണാം. ദേ ഈ മരത്തിൻ്റെ ചില്ലകളിലൊക്കെ ആയിട്ട് ഒരുപാട് കൂടുകൾ കൂട്ടിയിട്ടുണ്ട് കണ്ടില്ലേ. ഇല, ഈ മരത്തിലെ ഇല വെച്ചിട്ട് തന്നെയാണ് കൂട്ടിയേക്കുന്നത്. അതെന്ത് പക്ഷിയുടെ ആയിരിക്കും അറിയില്ല കേട്ടോ, അകത്തൊന്നും ആരുമൊന്നും ഇല്ല. അത് ഈ നീറും കൂടാണ്, മറ്റേ പുളിയുറുമ്പ്, അതാകാനും സാധ്യതയുണ്ട്. എന്തായാലും ആരെയും കാണുന്നില്ല കേട്ടോ പരിസരത്ത് പോലും. ഇപ്പം എന്ത് മരമാണെന്ന് അറിയില്ല, ആ മരത്തിൽ കുറേ കായ്കളൊക്കെ കായ്ച്ച് ഉണങ്ങി നിൽക്കുന്ന കാണാം കേട്ടോ. നമ്മുടെ ഈ എന്താ പറയുക, പീച്ചിങ്ങ എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഷേപ്പിലുള്ള പീച്ചിങ്ങ അല്ല, പക്ഷേ അതുപോലെയുള്ളൊരു കായാണ് കേട്ടോ. ഒരുപാട് നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. 2 കാളകൾ വണ്ടിയൊക്കെ വലിച്ച് കൊണ്ടിരുന്നുണ്ട് ഈ ഗ്രാമീണ പാതയിലൂടെ. പഴയൊരു കാലഘട്ടത്തിലേക്ക് തിരിച്ചു പോയ പോലെ ഉണ്ട് കേട്ടോ. പക്ഷേ ആ നാടൻ കാളവണ്ടി, അതായത് ആ പരമ്പരാഗതമായിട്ടുള്ള കാളവണ്ടി അല്ല ഇത്. കാളവണ്ടികളിലൊക്കെ ഇങ്ങനെ മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വീലുകൾ കണ്ടോ, ഈ വാഹനത്തിൻ്റെ വീലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്, ആ തടി വീലുകളല്ല. അപ്പോൾ നേരം പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും മെല്ലെ ഇവിടുന്ന് പോവാം, ഇനി ഒരുപാട് ദൂരം ഓടാനുണ്ട്. അപ്പോൾ അതെ നമുക്ക് അങ്ങ് ആ മലയൊക്കെ കടന്ന് അപ്പുറമാണ് നമ്മുടെ കേരളമുള്ളത്. ഒത്തിരി ദൂരം പോകണം. എന്തായാലും ഈ ഒരു പരിസരത്ത് എവിടെയെങ്കിലും ഒരു നാട്ടുചന്ത ഉണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങാം കേട്ടോ. ചന്തയുടെ വീഡിയോ ചെയ്യാമെന്നില്ല, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ അടുത്ത് കണ്ട മറ്റൊരു കാഴ്ചയാണ്. ഇവിടെ കണ്ടില്ലേ തേങ്ങ പറക്കിക്കൊണ്ട് കുന്നുകൂട്ടിയിട്ടേക്കുന്നത്. അപ്പോൾ അവിടെ വലിയ തെങ്ങും തോപ്പുകളാണ്. അവിടുന്ന് പറിച്ച് പൊതിച്ച് ഇതേ അവിടെ ലോറിയിലേക്ക് ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ ഇറങ്ങാനുള്ളൊരു വേറൊരു ഉദ്ദേശം കൂടെ ഉണ്ട്. തേങ്ങ പറ്റുവാണെങ്കിൽ കുറച്ച് നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ട് പോകാനായിട്ട്. മൊത്തമാ ആ എനിക്ക് കൊഞ്ചം ഓയിൽ മില്ലിലേക്ക് കൊടുക്കുന്ന. ആ അപ്പോൾ ഇങ്ങനെ ഇവിടുന്ന് ചില്ലറയായിട്ട് വാങ്ങിക്കാൻ പറ്റില്ല. ചില്ലറ ഏത് ചില്ലറയില്ല അല്ലേ, കൊടുക്കില്ല. ആ ഓക്കെ, തേങ്ങ കേട്ടല്ലേ, അതായത് kg 42 അല്ലേ. നല്ല അടിപൊളി തേങ്ങയാണ് കേട്ടോ, കണ്ടോ പൊതിച്ച് വെച്ചേക്കുന്നത്. ഉണക്കത്തേങ്ങയല്ല, പച്ചത്തേങ്ങയാണ് കൂടുതലും. ആ ഇത് മൈക്ക്. ആ അതെ അതെ, ബാലവേല ചെയ്യിക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുന്നത്. പോയി ഉക്കാറുങ്ക്. ആ അതെ അതെ. ഏജ് നമുക്ക് ഏജ് 17 വയസ്സുണ്ട്. ആ 1 വയസ്സ് അവിടെ വേണം പ്രായപൂർത്തി ആവുന്നുണ്ടെങ്കിൽ. പേരെന്നാ? പ്രദീപ്. ഇതൊക്കെ എല്ലാ ഫ്രണ്ട്സാ? അപ്പൊ ശരി എന്നാ, ഓക്കെ ഓക്കെ. അപ്പൊ തേങ്ങ ഇവിടുന്ന് വാങ്ങാൻ പറ്റില്ല കേട്ടോ, അങ്ങനെ കൊടുക്കില്ല എന്നാണ് പറഞ്ഞത്. ആ സാരമില്ല അണ്ണാ. ഇങ്ങ സന്ത വല്ലതും ഇരിക്കാ പക്കം? സന്ത
ചിന്നമന്നൂർ ഇന്നേക്ക് ഇറക്കുക അത് ഇന്നില്ല അത് വ്യാഴാഴ്ച ചന്തയാണ് ആഴ്ചന്ത. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ചന്തയിൽ നിന്ന് വാങ്ങിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ച് വന്നതാണ് കേട്ടോ. ഇവിടെ ഈ ചിന്നമന്നൂർ എന്ന് പറയുന്ന സ്ഥലം ഇവിടെ അടുത്താണ്, അത് കഴിഞ്ഞിട്ടാണ് കമ്പം എത്തുന്നത്. അപ്പോൾ ചിന്നമന്നൂർ ചന്തയിൽ വന്നിട്ട് നമ്മൾ നേരത്തെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്, അത് വ്യാഴാഴ്ച ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ. സാധാരണ ഈ തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഒരുപാട് ചന്തകൾ കാണുന്നതാണ്. ഇന്നാണ് നമുക്ക് ആവശ്യം വന്നപ്പോൾ കറക്റ്റ് നോക്കിയിട്ട് ഒരു ചന്ത കാണുന്നുമില്ല, അല്ലെങ്കിൽ ടൗണിൻ്റെ ഉള്ളിലേക്ക് കയറി പോകണം. ഇവിടെ കമ്പത്ത് എന്തായാലും ഒരു ചന്ത കാണുവാണെന്നുണ്ടെങ്കിൽ നിർത്തി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്തായാലും തിരിച്ചു പോകാം. അതായത് സമയം ഒരുപാട് വൈകുന്നു, 6:30 കഴിഞ്ഞു. ഇപ്പം തമിഴ്നാട്ടിൽ ഡീസലിന് ഇവിടെ എത്രയാണ്? ഇവിടെ ഡീസലിന് 100.9 വന്നു. നമ്മുടെ നാട്ടിൽ 102 രൂപ അല്ലേ. പെട്രോളിൻ്റെ വില 109 രൂപ. നമ്മുടെ നാട്ടിൽ 113-114 ഏതാണ്ടല്ലേ. തമിഴ്നാട്ടിലും കർണാടകയിൽ ഇതിലും കുറവാണ് കേട്ടോ, 100 രൂപ. അത് ചെറിയ വ്യത്യാസമുണ്ട്. നമ്മുടെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൂടിപ്പോയാ. ആണല്ലേ, കുറവാണല്ലേ. 2 പൗണ്ട് കുറവായിരുന്നു. ഇടയ്ക്ക് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പം 4 ടയറിനും അടിച്ചേക്കാം. അപ്പോൾ ചിന്നമന്നൂർ ചന്തയിൽ നിന്ന് തന്നെ ആവശ്യം ഉണ്ടായിരുന്ന സാധനം കിട്ടി. ചിന്നമന്നൂർ ആഴ്ച ചന്തയല്ല, ഇതിവിടെ ഡെയിലി ഉള്ള ചന്തയാണ്, ഹോൾസെയിലൊക്കെ ആയിട്ട് വിൽക്കുന്ന കേട്ടോ. അപ്പോൾ സംഭവം 5 കിലോ ഇഞ്ചി വാങ്ങിച്ചു, 4 കിലോ വെളുത്തുള്ളി വാങ്ങിച്ചു. ഇതായിരുന്നു ആവശ്യം ഉണ്ടായിരുന്ന സാധനം. അപ്പോൾ ഇഞ്ചി കിലോയ്ക്ക് 120 രൂപ, വെളുത്തുള്ളി ഇതിങ്ങനെ അല്ലി അടർത്തിയതാണ് 130 കിലോ. അപ്പോൾ ഇത് വെച്ചിട്ട് ചെറിയ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്തിട്ടുണ്ട്, അങ്ങനെ വാങ്ങിച്ചതാണേ. അങ്ങനെ കമ്പം കഴിഞ്ഞപ്പോൾ കമ്പം മെട്ടിലേക്ക് തിരിയുവാണ് കേട്ടോ. ഈ ജംഗ്ഷനിൽ നമ്മൾ കമ്പം ടൗണിലേക്ക് പോയില്ല, ഇവിടുന്ന് തിരിഞ്ഞാണ് കമ്പം മെട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളമായി. കമ്പം മെട്ട് നമ്മുടെ കേരളത്തിലാണ്. ഇവിടുന്ന് തിരിയേണ്ടത് ഇവിടെ അല്ലേ? എന്താ റോഡ് ക്ലോസ് ചെയ്തേക്കുന്നുള്ളൂ. അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണേ. ഇപ്പം നൈറ്റ് അങ്ങോട്ട് അലൗഡ് അല്ലേ, ഫോറസ്റ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് ടേൺ എടുത്ത് നോക്കാം, വഴിയുണ്ടായിരിക്കും. ഓക്കെ, ഇതിലെ കിടക്കാം കേട്ടോ. അവിടെ ക്ലോസ് ചെയ്ത് വെച്ചേക്കുവാണ് ആ ജംഗ്ഷനിൽ. ഈ ഒരു സൈഡ് ക്ലോസ് ചെയ്തേക്കുവാണ് കേട്ടോ. അപ്പോൾ കമ്പമേട്ടിലേക്ക് നമുക്ക് രാത്രി ഇതിലെ പോകാൻ പറ്റില്ലേ, ഫോറസ്റ്റ് ആയതുകൊണ്ട്. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലല്ലോ സാധാരണ. ഇതിലെ രാത്രി ഇതുവരെ പോയിട്ടില്ല. എന്താണ് അപ്പുറ സൈഡിലൂടെ കിടക്കാം, പക്ഷെ വാഹനങ്ങളൊന്നും ഇതിൽ വരുന്നില്ല. ചോദിക്കാനാണെന്നുണ്ടെങ്കിൽ ആരുമില്ല അവിടെ. അത് കണ്ടില്ലേ, ബാരിക്കേഡൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. അവിടുന്ന് വണ്ടികളും അധികം വരുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ ഒരൊറ്റ മാർഗ്ഗമുള്ളത് നേരെ കുമ്പിളി വഴി പിടിക്കണം, അതേ ഉള്ളൂ. ലോവർ ക്യാമ്പ് ചെയ്യുന്നുണ്ട്, അങ്ങനെ കുട്ടിക്കാനം വഴി പോവാം. ദൂരം ഇച്ചിരി കൂടുമെന്നുള്ളൂ, വിഷയമില്ല. പക്ഷെ എന്താണ് ഇങ്ങനെ ഇവിടെ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ. രാത്രി അങ്ങനെ റിസർവ് ഫോറസ്റ്റ് അങ്ങനെ അതായത് മൃഗങ്ങളൊക്കെ ഒത്തിരി ഉള്ളിടത്ത് അങ്ങനെ ഈ ഒരു 9 മണി കഴിഞ്ഞാൽ പിന്നെ ചെക്ക് പോസ്റ്റൊക്കെ വെച്ച് അങ്ങനെ ക്ലോസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ടൈം 7:30 ആയിട്ടേ ഉള്ളൂ. എന്താണ് അങ്ങനെ ക്ലോസ് ചെയ്തേക്കുന്നതെന്നൊന്നും അറിയില്ല. അവിടെ അങ്ങനെ രാത്രികാല യാത്രയ്ക്ക് നിയന്ത്രണമുള്ള ഒരു റൂട്ടല്ല അത്. ഇനിയിപ്പോൾ എന്തായാലും ഇതാണ് മാർഗം. അങ്ങനെ ലോവർ ക്യാമ്പ് എത്തി. ഇനി ഇവിടുന്ന് 7 കിലോമീറ്റർ ഉണ്ടേ കുമ്പിളിക്ക്. അപ്പോൾ നേരെ മുന്നിൽ വലിയൊരു മല കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല അല്ലേ, ഇരുട്ടായതുകൊണ്ട്. അപ്പോൾ ആ ഗാർഡ് സെക്ഷനാണ്. അങ്ങനെ ചുരം കയറിയാണ് ഫോറസ്റ്റിൻ്റെ അകത്തോടെ കുമ്പിളിക്ക് എത്തുന്നത് കേട്ടോ. ഈ റൂട്ടൊന്നും പ്രശ്നമില്ല, ഒത്തിരി വാഹനങ്ങളൊക്കെ ഇറങ്ങി വരുന്നുണ്ട്, അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചുരം കയറി തുടങ്ങുവാണേ. അപ്പോൾ ശരിക്കും നമ്മുടെ ഇന്നത്തെ ഈ ഒരു യാത്ര മധുരയിൽ നിന്നാണല്ലോ ആരംഭിച്ചത്. മധുരയിൽ നിന്ന് തൊടുപുഴ ഭാഗത്തേക്ക് പോകുമ്പം ശരിക്കും പറഞ്ഞാൽ 3 റൂട്ടിൽ നമുക്ക് പോകാം കേട്ടോ. മധുരയിൽ നിന്ന് തേനി വന്ന് തേനിയിൽ നിന്ന് ബോഡി നായ്ക്കന്നൂർ, ബോഡിമെട്ട്, പൂപ്പാറ, രാജാക്കാട് വഴി പോകാം. അതുപോലെ നമ്മൾ ഇന്ന് പോകാൻ ഉദ്ദേശിച്ച് വന്ന റൂട്ട് കമ്പംമെട്ട്, കട്ടപ്പന, ഇടുക്കി വഴി പോകാം. അതുപോലെ മറ്റൊരു റൂട്ട് എന്ന് പറയുന്നത് നമ്മളീ പോകുന്നത് നേരെ കുമളിയിൽ നിന്ന് പീരുമേട്, കുട്ടിക്കാനം, ഇരാറ്റുപേട്ട വഴി അങ്ങനെയൊക്കെ പോകാം. വലിയ വ്യത്യാസമൊന്നുമില്ല കേട്ടോ ഈ 3 റൂട്ടും തമ്മിൽ. അപ്പോൾ അങ്ങനെ കുമളി ചെക്ക് പോസ്റ്റ് വഴി കേരളത്തിലേക്ക് കയറാനായിട്ട് പോവുകയാണ് കേട്ടോ. തമിഴ്നാടിൻ്റെ ചെക്ക് പോസ്റ്റ് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് ഈ കാണുന്നത്. ആ ടിപ്പർ കണ്ടില്ലേ, തമിഴ്നാട്ടിൽ പോയിട്ട് കോറിയിൽ നിന്നൊക്കെ കല്ലെടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നതാണ് കേട്ടോ. കുറേ കോറികൾ ആ ഒരു ഭാഗത്തുണ്ട്, ഈ തേനി ഭാഗത്ത്.
അങ്ങനെ നമ്മളിത് കേരളത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് പോവാണ്. കുറേ നൈറ്റ് സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ ഭാഗത്തേക്കൊക്കെ പോകുന്ന. മഴയാണ്, നമ്മുടെ നാട്ടിൽ മഴയാണല്ലോ. അങ്ങനെ ദേ കേരളത്തിലേക്ക് കയറി. കുമളി ടൗണാണ് ഈ കാണുന്നത് കേട്ടോ. അത്യാവശ്യം വലിയ ഒരു ടൗൺ തന്നെയാണ്, അതായത് നമ്മുടെ ഹൈ റേഞ്ചിലെ ടൗണുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കുമളി എത്തിയുള്ളൂ, ഇനിയും ഒരുപാട് ദൂരം ഓടാനായിട്ടുണ്ട്. എന്തായാലും നമ്മുടെ ഇപ്രാവശ്യം തമിഴ്നാട് യാത്രയുടെ കാഴ്ചകളും വിശേഷങ്ങളും ഈ കുമളി ടൗണിൽ കയറി ഇവിടെ കൊണ്ട് അവസാനിക്കുകയാണ് കേട്ടോ. ഈ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടട്ടെ. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.